വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ശിവാഞ്ചിക്ക് ഇഷ്ടമുള്ളതാണെന്ന് മുമ്പൊരിക്കൽ പറഞ്ഞ ഒരു പാട്ട് റൺഷി അവൾക്ക് വേണ്ടി പാടിയതായിരുന്നു ഐപ്പോണിനുള്ളിൽ. അത് കേട്ട് കിടന്നാണ് അന്ന് അവൾ ഉറങ്ങിയത്. അവൻ നൽകിയ കേക്ക് അവനും കഴിക്കുന്നുണ്ട്. വാങ്ഷിൻ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവിടെ നിന്ന് പോകാനിരിക്കുന്നു. ഡോങ്ഷി തലേദിവസത്തെ കാര്യം ചോദിച്ചപ്പോൾ കുടിച്ച് ലെവലില്ലാതിരുന്നത് കൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല, ഞാനിവിടെ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം പോയേക്കാമെന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. ഡോങ്ഷി ഒന്ന് വട്ടാക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. അത് നടക്കുന്നുമുണ്ട്. റൺഷി അന്ന് കമ്പനിയിലിരിക്കുമ്പോൾ കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ വെഞ്ചിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന ന്യൂസ് കാണുന്നു. വാർത്ത അറിഞ്ഞ ഡോങ്ഷിയും മൂടി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് വെഞ്ചി ഒന്നുകൂടി പക കാണിക്കാൻ സാധ്യതയുണ്ട്. അവരോട് വഴക്കുണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് ഡോങ്ഷി പറഞ്ഞപ്പോൾ ഞാൻ അടങ്ങിയിരുന്നാലും അവൻ എൻ്റെ പുറകെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് അവൻ പറയുന്നു. ശിവാഞ്ചി അങ്ങോട്ടും പോകാതിരിക്കാൻ അച്ഛൻ ഫുൾ ടൈം അവളുടെ കൂടെ തന്നെയുണ്ട്. അവൾക്ക് റൺഷിയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നതിനാൽ ലൂഷ്യൻ കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞ് അച്ഛനെ വിശ്വസിപ്പിച്ച് അവളെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്നു. റൺഷിയെ കാണാൻ പോകുന്നതെന്ന് ശിവാഞ്ചിക്ക് അറിയില്ലായിരുന്നതിനാൽ അവൾ ഒട്ടും മൂടില്ലാതെയാണ് കൂടെ പോയത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് അവൻ അവളെ കൊണ്ടുപോയത്. അവിടെ വെച്ച് റൺഷിയുടെ കണ്ടീഷൻ ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല. നിനക്കും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകരുതെന്ന് വിചാരിച്ച് അവനെല്ലാം ഉള്ളിലടക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അവൻ്റെ കണ്ടീഷൻ പൂർണ്ണമായും സുഖപ്പെടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നിൻ്റെ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും പരിചരണവും ഒക്കെ കൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായി മാറാനും സാധ്യതയുണ്ടെന്ന് ലൂഷ്യൻ അവളോട് പറയുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ ഭംഗിയുള്ള കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞ് അവൻ അവളെ തനിച്ച് മുന്നോട്ട് പറഞ്ഞു വിടുന്നു. കുറേ മുന്നോട്ട് ചെന്നപ്പോഴാണ് റൺഷി അവിടെ കാത്തു നിൽക്കുന്നത് അവൾ കണ്ടത്. പരസ്പരം കണ്ടത് രണ്ടുപേരും സന്തോഷത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കുറേ ദിവസത്തെ വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. അവൻ കൊടുത്തുവിട്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ ഐപോഡ് മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അച്ഛൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചെറുപ്പം മുതലേ ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യാറുള്ളതാണ്, ഇക്കാര്യത്തിൽ മാത്രം ഇത്ര എതിർക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ശിവാഞ്ചി പറഞ്ഞപ്പോൾ നിന്റെ അച്ഛനെ കുറ്റം പറയാൻ കഴിയില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ ചിന്തിക്കും. എന്നെപ്പോലെ ഒരാൾക്കൊപ്പം മകളെ അയക്കാൻ ആഗ്രഹിക്കുകയില്ല. മാത്രമല്ല എൻ്റെ മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. മുത്തശ്ശന് പകരം മാപ്പ് ചോദിക്കാനും എനിക്ക് കഴിയില്ല. എന്നാലും നമ്മുടെ കാര്യത്തിൽ ഞാൻ പിന്മാറില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ രണ്ടുപേരും നമ്മുടെ ബന്ധത്തെ അംഗീകരിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ടെന്നൊക്കെ പറഞ്ഞ് റൺഷി അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ശിവാഞ്ചിയെ തിരികെ കൊണ്ടുവിടാൻ വീടിനടുത്ത് വരെ അവൻ പോകുന്നുണ്ട്. പക്ഷേ അവൻ അവളെ പറഞ്ഞു വയ്ക്കാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ അവളുടെ ശബ്ദം കേൾക്കാനായി പോകുന്നതിന് മുമ്പ് അവൻ അവളെ കൊണ്ട് ഫോണിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അലാറം പോലെ കേൾക്കാനായി ഓരോന്ന് പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അവൾ തിരിച്ച് അവനെ കൊണ്ടും അതുപോലെ ചെയ്യിക്കുന്നു. ശിവാഞ്ചി യാത്ര പറഞ്ഞ് പോയപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് അവൻ അവളുടെ കയ്യിലെ പിടിവിട്ടത്. ശിവാഞ്ചി കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരികെ ഓടി വന്ന് അവനെ കിസ് ചെയ്യുന്നുണ്ട്. അതോടെ റൺഷിയുടെ വിഷമം കുറച്ച് മാറി. അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. ഇനി ഞാൻ ശരിക്കും പോവുകയാണെന്ന് പറഞ്ഞ് അവൾ യാത്ര പറഞ്ഞ് പോകുന്നു. സ്റ്റെയറിന് മുകളിൽ എത്തിയപ്പോഴും കൈകൊണ്ട് ഹേട്ടുണ്ടാക്കി കാണിച്ചും കൈവീശിയും മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ അകത്തേക്ക് പോയത്. റൺഷി തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് ലൂഷ്യൻ മടങ്ങിയെത്തിയത്. ഇന്നത്തെ സഹായത്തിന് റൺഷി നന്ദി പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടിയല്ല ഞാനത് ചെയ്തത്, ശിവാഞ്ചിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരുമിക്കണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഞാൻ അവളുടെ തീരുമാനത്തെ ബഹുമാനിക്കുന്നു. നീ ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ ഇടയാക്കരുത് എന്ന് ലൂഷ്യൻ പറയുന്നു. അത് നീ പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്നും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് റൺഷി പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചതന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ലൂഷ്യൻ പോകുന്നു. റൺഷി അടുത്ത ദിവസം ഓഫീസ് ടൈം കഴിയാറായപ്പോൾ ഡോങ്ഷിയോട് എന്താ ചോദിച്ച് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു സ്റ്റാഫ് പേപ്പർ കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. മേശപ്പുറം ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടരുത്, വേഗം ഇതെല്ലാം എടുത്തു മാറ്റാൻ പറഞ്ഞ് അവൻ അവളെ വഴക്ക് പറയുന്നു. അവൾ സോറി പറഞ്ഞ കൂട്ടത്തിൽ ഇതെൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയാണ്, ഇങ്ങനെ സ്റ്റാർ ഉണ്ടാക്കി കുപ്പിയിൽ നിറച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്, പെട്ടെന്ന് തമ്മിൽ കാണാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്തതാണ് എന്നവൾ എക്സ്ക്യൂസ് പറയുന്നു. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് റൺഷി ചോദിച്ചപ്പോൾ ഇത് ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ളതാണ്, അന്ന് ഇത് ശരിക്കും വർക്കൗട്ടായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ചെയ്യുന്നതെന്ന് അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ ശിവാഞ്ചി തിരികെ വരാൻ ഈ വഴി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് റൺഷിക്ക് തോന്നിയാൽ ഇത് സൂക്ഷിക്കാൻ ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞ് റൺഷി ആ കുപ്പിയും ബാക്കി സാധനങ്ങളും ഉടനെ എടുത്തുകൊണ്ട് പോകുന്നു. ഡോങ്ഷിയുടെ ഓഫീസിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. ഡോങ്ഷി ചെല്ലുമ്പോൾ റൺഷി ഓഫീസിലെ ലൈറ്റൊക്കെ അണച്ച് ചെറിയൊരു ലൈറ്റ് മാത്രം കത്തിച്ച് വെച്ചിരിക്കുകയാണ്. വാതിലടച്ചേക്കാനും അവൻ പറയുന്നു. ഏതോ വലിയ രഹസ്യം പറയാനായിരിക്കുമെന്നാണ് ഡോങ്ഷി കരുതിയത്. പേപ്പർ കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കാൻ സഹായിക്കാനാണ് വിളിച്ചത് എന്നറിയപ്പോൾ അവനെ നമ്പരക്കുന്നുണ്ട്. ശിവാജി എത്രയും പെട്ടെന്ന് മടങ്ങി വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റൺഷി ഓരോ സ്റ്റാറും ഉണ്ടാക്കി കുപ്പിയിലിട്ടത്. അങ്ങനെ തന്നെ ആഗ്രഹിക്കാൻ ഡോങ്ഷിയോടും അവൻ പറയുന്നു. നേരെ വിളിട്ടുന്നൊന്ന് ശ്രദ്ധിക്കാതെ രണ്ടുപേരും കൂടി കുത്തിയിരുന്ന് സ്റ്റാർ ഉണ്ടാക്കി കുപ്പി നിറയ്ക്കുന്നുണ്ട്. ശിവാജിയുടെ അച്ഛൻ ഈ സമയം ആകെ കൺഫ്യൂഷനായി അവളുടെ അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇരിക്കുകയായിരുന്നു. റൺഷി കൊടുത്തുവിട്ടുന്ന സാധനങ്ങളിൽ പലതും അദ്ദേഹത്തിൻ്റെ നടുവിളുക്കി പിടിച്ചതുപോലെ ഇനി സംഭവിക്കാതിരിക്കാനും ഇപ്പോൾ ഉണ്ടായ വേദന പെട്ടെന്ന് കുറയ്ക്കുന്നതിനും ഒക്കെ വേണ്ട സാധനങ്ങളായിരുന്നു. എല്ലാത്തിലും അതിൻ്റെ ഗുണവും ഉപയോഗിക്കേണ്ട വിധവും ഒക്കെ അവന് സ്റ്റിക്കി നോട്ടിൽ എഴുതി ഒട്ടിച്ചിരുന്നു. അവന് ശിവാജിയോടുള്ള ഫീലിംഗ്സ് സത്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതാണ് ഈ കൺഫ്യൂഷൻ്റെ കാരണം. അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ശിവാജിയും സഹായത്തിന് ചെല്ലുന്നുണ്ട്. നിൻ്റെ അമ്മ ഇപ്പോൾ കൂടെ ഇല്ലാത്തതുപോലെ നാളെ ഒരിക്കൽ ഞാനും നിങ്ങളെ വിട്ട് പോകും,
ആ സമയത്ത് നിന്നെ ആരും ദ്രോഹിക്കരുതല്ലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. നിൻ്റെ ഫീലിങ്സ് നോക്കാതെ എൻ്റെ ഭാഗം മാത്രം നോക്കി പ്രവർത്തിച്ചത് എൻ്റെ തെറ്റാണ് എന്നൊക്കെ അച്ഛൻ അവളോട് പറയുന്നു. അച്ഛൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കൊച്ചുകുട്ടിയല്ലല്ലോ, മറ്റുള്ളവർ ദ്രോഹിക്കാതെ എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവൾ അച്ഛനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എങ്കിൽ നാളെ മുതൽ ജോലിക്ക് പോയിക്കോ എന്ന് അച്ഛൻ അവൾക്ക് അനുവാദം നൽകുന്നു. റൺഷി നൽകിയ സാധനങ്ങളും അവളോട് എടുത്തോളാൻ പറയുന്നു. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും അവളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കണ്ട എന്ന് തന്നെ അവസാനം അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. ശിവാഞ്ചി സന്തോഷത്തോടെ സാധനങ്ങളും പെറുക്കിയെടുത്ത് മുറിയിലേക്ക് പോകുന്നു. അവൾക്കുള്ള സാധനങ്ങളും അവൻ സ്റ്റിക്കി നോട്ടിൽ ഓരോന്ന് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതെല്ലാം ഇളക്കിയെടുത്ത് കണ്ണടിയിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ലൂഷ്യൻ ശിവാഞ്ചിയുടെ അമ്മയുടെ മരണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ആരെയും ഏൽപ്പിച്ചിരുന്നു. ഇടിച്ചിട്ട് പോയ വണ്ടിയുടെ ഡ്രൈവറുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു തുക ആരോ ട്രാൻസ്ഫർ ചെയ്തിരുന്നുവെന്നും അയാൾ ജയിലിലായ ശേഷം അയാളുടെ മകൻ്റെ അക്കൗണ്ടിലേക്ക് മാസം തോറും ആരോ പണം അയക്കുന്നുണ്ടെന്നും അയാൾ ലൂഷ്യനെ വിളിച്ചറിയിക്കുന്നു. പക്ഷേ ഇടിച്ച വണ്ടിയുടെ യഥാർത്ഥ ഉടമയെക്കുറിച്ചോ ഡ്രൈവർക്ക് പണം അയക്കുന്ന ആരാണെന്നോ ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അയാൾ അവനെ അറിയിക്കുന്നു. ആ ഡ്രൈവറുടെ ഒരു ഫോട്ടോയും അയാൾ അവന് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ സംഭവത്തിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ലൂഷ്യൻ തോന്നുന്നു. ജോലിക്ക് പോകാൻ അച്ഛൻ്റെ അനുവാദം കിട്ടിയതോടെ അടുത്ത ദിവസം ശിവാഞ്ചി റൺഷി എത്തുന്നതിന് മുമ്പേ ഓഫീസിലെത്തി. ഒരു സ്ട്രോബെറി മിൽക്കും മേശപ്പുറത്ത് വെച്ച് അവിടെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. മേശപ്പുറത്ത് കുപ്പിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന പേപ്പർ സ്റ്റാറും അവൾ കാണുന്നുണ്ട്. അവൾ മേശയുടെ അടിവശം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റൺഷി അവിടേക്ക് വന്നത്. അവളെ കണ്ടവൻ ശരിക്കും സർപ്രൈസ് ആകുന്നുണ്ട്. ശിവാഞ്ചി എഴുന്നേക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തല മേശയിൽ ഇടിക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൻ അവളുടെ തലയ്ക്ക് മുകളിലേക്ക് കൈ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഒരുപാട് വേദനിച്ചില്ലെങ്കിലും ഇടിയുടെ ശക്തിയിൽ മേശപ്പുറത്തിൻ്റെ കുപ്പി മറിഞ്ഞ് സ്റ്റാറെല്ലാം കൂടി അവളുടെ മുകളിലൂടെ താഴേക്ക് വീഴുന്നു. കുത്തിയിരുന്ന് സ്റ്റാർ ഉണ്ടാക്കിയത് വെറുതെ ആയില്ലല്ലോ, ശിവാഞ്ചി മടങ്ങുമെന്നല്ലോ എന്ന് റൺഷി അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആദ്യ റൗണ്ട് ടെസ്റ്റ് എന്തായാലും ബോസ് എങ്ങനെയോ പാസ്സായിരിക്കുന്നു എന്നവൾ സന്തോഷത്തോടെ പറയുന്നു. കുപ്പിയെടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ബോസാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ തനിച്ചല്ല, ഡോംഷിയും സഹായിച്ചു. ഇത് വർക്കൗട്ട് ആകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ഞാനിനി ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. ഞാനും ഒരുപാട് മിസ് ചെയ്തു എന്ന് ശിവാഞ്ചി പറയുന്നുണ്ട്. ഡോംഷി ഒരു ബൊക്കയും വാങ്ങിയ വാങ്ഷേനെ കാണാൻ അവളുടെ കമ്പനിയിലെത്തുന്നു. അവനെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ അവളുടെ മുഖത്ത് ചിരി വന്നെങ്കിലും അവൾ ഗൗരവം നടിച്ചാണ് അവരുടെ അടുത്തേക്ക് ചെന്നത്. അവൻ ബൊക്ക നീട്ടിയപ്പോൾ എനിക്ക് പൂക്കൾ ഇഷ്ടമല്ല എന്ന് അവൾ ജാടയിട്ട് പറയുന്നു. എങ്കിൽ നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയാലോ എന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് അത്യാവശ്യമായി വീട്ടിലെത്തണം, എന്നാലേ ഓൺലൈനിൽ നിന്ന് ലിമിറ്റഡ് എഡിഷൻ മാക് വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് പോകുന്നു. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡോംഷി ഹൈസ്പീഡിൽ നെറ്റ് കിട്ടുന്ന ഒരു റൂട്ടറും വാങ്ങി അവളുടെ വീട്ടിലെത്തുന്നു. ഇതുപയോഗിച്ചാൽ നെറ്റിന് നല്ല സ്പീഡ് കിട്ടും, ഇനി ഒരിക്കലും ഒരു ലിമിറ്റഡ് എഡിഷനും മിസ്സാകില്ല എന്നവൻ ഗമയിൽ പറയുന്നു. പക്ഷേ എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ തിരികെ കൊടുത്തിട്ട് വാതിലടയ്ക്കുന്നു. ഡോംഷി വുയുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു റൂട്ടർ വാങ്ങിപ്പോയത്. അതുകൊണ്ട് അവൻ ഓഫീസിൽ മടങ്ങിയെത്തി വാങ്ഷൻ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിവരം വുയുവിനോട് പറയുന്നു. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, അതിൻ്റെ ഉപയോഗം അറിയാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും കുറച്ചുകൂടി മെച്ചപ്പെട്ട വേറൊന്നിൻ്റെ പേര് ഞാൻ എഴുതിത്തരാം എന്നവൻ പറഞ്ഞപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു നോക്കിയായിരുന്ന ഹുയു അങ്ങോട്ടേക്ക് വന്ന് മണ്ടന്മാരെ, നെറ്റ് സ്പീഡ് കൂട്ടാനുള്ള റൂട്ടർ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അവൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം വാങ്ങിക്കൊടുക്കുക, അപ്പോൾ അവൾക്ക് സന്തോഷമാകുമെന്ന് ഉപദേശിക്കുന്നു. ആ ഐഡിയ ഡോംഷിയും ഇഷ്ടപ്പെടുന്നതിനാൽ വാങ്ഷൻ നേരത്തെ പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ മാക്ക് ലാപ്ടോപ്പും വാങ്ങി അവൻ വീണ്ടും അവൾക്കരികിലേക്ക് പോകുന്നു. ഇത്തവണ അവൾ ലാപ്ടോപ്പ് വാങ്ങിയെങ്കിലും ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറാകാതെ വാതിലടയ്ക്കുന്നു. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവൾ സന്തോഷമടക്കാനാവാതെ പുഞ്ചിരിക്കുന്നുണ്ട്. ശിവാഞ്ചി അന്ന് തന്നെ റൺഷിയുടെ അമ്മയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. റൺഷിയുടെ മുത്തശ്ശനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുകയായിരുന്നു അവളുടെ ലക്ഷ്യം. റൺഷിയുടെ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പെരുമാറാനുള്ള പ്രധാന കാരണം ഞാനാണ് എന്ന് അവൻ്റെ അമ്മ പറയുന്നു. റൺഷിയുടെ അച്ഛനുമായുള്ള അമ്മയുടെ ബന്ധം മുത്തശ്ശൻ അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് മുത്തശ്ശൻ അവരെ തമ്മിൽ അകറ്റി. പക്ഷേ അപ്പോഴേക്കും അമ്മ ഗർഭിണിയായിരുന്നു. എല്ലാവരും എതിർത്തിട്ടും അവർ അവന് ജന്മം നൽകി. ലാളിച്ചു വളർത്തിയ മകൾ ഇങ്ങനെ ആയതുകൊണ്ട് റൺഷിയോട് മുത്തശ്ശൻ വളരെ സ്ട്രിക്റ്റായാണ് പെരുമാറുന്നത്. അവൻ എന്ത് ചെയ്താലും തൃപ്തിയില്ലാത്ത പോലെ കൂടുതൽ മെച്ചപ്പെടുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവനോട് സ്നേഹക്കൂടുതലുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. റൺഷിക്കും മുത്തശ്ശനെ ഏറെ ഇഷ്ടമായിരുന്നു. മുത്തശ്ശൻ തന്നെ ഒന്ന് അംഗീകരിക്കാൻ വേണ്ടി അവൻ ഓരോ ചെറിയ കാര്യങ്ങളും വലിയ ശ്രദ്ധയോടെ ചെയ്തിരുന്നു. പക്ഷേ വളർന്നു വരുന്നവരും അതൊരു അസുഖമായി വളർന്നു. അതാണ് അവന് സംഭവിച്ചത് എന്ന് അമ്മ അവളോട് പറയുന്നു. പരസ്പരം സ്നേഹിച്ചു കഴിയേണ്ട അവർ ഇപ്പോൾ ശത്രുക്കളെ പോലെ കഴിയുന്നത് എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങിയപ്പോൾ ശിവാഞ്ചി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വെറുതെ അല്ല റൺഷി നിന്നെ ഇഷ്ടപ്പെട്ടത് എന്നവർ കണ്ണു തുറയ്ക്കുന്നിടയിൽ പറയുന്നു. റൺഷിയുടെയും മുത്തശ്ശൻ്റെയും പിണക്കം തീർക്കാൻ നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ അതിന് എനിക്ക് അവരുടെ പാസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് ശിവാഞ്ചി പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പഴയ ആൽബത്തിൽ നിന്നൊക്കെ അവൻ്റെ ഫോട്ടോസ് തപ്പിയെടുത്ത് തരാം എന്ന് അമ്മ പറയുന്നു. ശിവാഞ്ചി സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് മടങ്ങിയത്. അടുത്ത തന്നെ ഒരു ദിവസം അവൾ ജോലി കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ പുയു അവളെ വിളിപ്പിച്ച് ഒരു ബോക്സ് കാണിച്ചിട്ട് നമ്മുടെ കമ്പനിയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരുടെ കൈ പതിപ്പിച്ച് വെക്കാൻ ബോസ് പറഞ്ഞ ഐഡിയ ആണിത് എന്ന് പറയുന്നു. അപ്പോഴേക്കും റൺഷി അവിടേക്ക് വരുന്നുണ്ട്. അവനെ കടന്ന് വുയു വേഗം സ്ഥലം വിടുന്നു. ഈ മാസം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചവരിൽ ഒന്നാമതാണ് നീ, അതുകൊണ്ട് നിൻ്റെ കൈ തന്നെ ആദ്യം പതിപ്പിക്കാമെന്ന് പറഞ്ഞ് റൺഷി അവളുടെ കൈ പിടിച്ച് ആ ബോക്സുകളിൽ നന്നായി പ്രസ് ചെയ്ത് പതിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അവളുടെ മോതിരവിരലിൻ്റെ അളവ് കിട്ടുന്നതിനാണ് അവൻ ഇങ്ങനൊരു സൂത്രം പ്രയോഗിച്ചത്. റൺഷി അതുമായി തിരികെ ഓഫീസിലെത്തി വിരലിൻ്റെ അളവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഡിസൈനിലെ മോതിരം തന്നെ വേണം റെഡിയാക്കാൻ എന്ന് റൺഷി ഫോണിൽ വിളിച്ച് ആരോടോ പറയുന്നിടത്ത്
ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച റംസിക്ക് കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.